എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ക്രിസ്മസിൻ്റെ ഒരുക്കത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ സമയത്ത് ഉണ്ണിമിശിഹായുടെ പുൽക്കൂട്ടിൽ ജാതനായ ഉണ്ണിമിശിഹായുടെ സ്നേഹവും സമാധാനവും സന്തോഷവും ധാരാളമായി ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നാം ക്രിസ്മസിൻ്റെ അവസരത്തിൽ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആശംസിക്കാറുണ്ട്. ഈ ഹാപ്പി എന്ന ആ അനുഭവം, ആ ഫീലിംഗ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അത് ഉണ്ടാകണമെങ്കിൽ നമുക്ക് ചില പ്രത്യേക ഇൻഗ്രീഡിയൻസ് അതിലുണ്ടായിരിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മളെ ഹാപ്പിയാക്കി കൊണ്ടു നടക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അതിലൊന്നാമത്തെ ഇൻഗ്രീഡിയൻസ് ഹംബിൾ, സ്വയം എളിമയോടുകൂടി മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ തീർച്ചയായിട്ടും അത് വളരെയധികം സന്തോഷം പകരുന്ന ഒരു അനുഭവമാണ്. എളിമയെന്ന പരമപുണ്യം തരണമെന്നീശോ എന്നാണല്ലോ നാം പാടുന്നത്. എ സാഡ് ക്രിസ്ത്യൻ ഇസ് എ ബാഡ് ക്രിസ്ത്യൻ എന്ന് പറയാറുണ്ട്. ഒരുപക്ഷെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം നമ്മൾ ദൈവത്തിൽ സന്തോഷം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. കർത്താവായ ഈശോ മിശിഹായിൽ നാം സന്തോഷം കണ്ടെത്തുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആനന്ദം. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് അഫെക്ഷൻ. നമുക്കെല്ലാവർക്കും ഒരു LIC പോളിസി ഉണ്ടായിരിക്കണം. ആ LIC പോളിസി എന്ന് വെച്ചാൽ ലവ്, ഇൻറ്റിമസി ആൻഡ് കെയർ. നമ്മുടെ ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു അനുഭവമാണ് മറ്റുള്ളവരെ സ്നേഹിക്കുക, അൺകണ്ടീഷണലായിട്ട് വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുക എന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇൻറ്റിമസി ഉണ്ടായിരിക്കണം. എല്ലാവരോടും ഒരു അടുപ്പം, എല്ലാവരോടും ഒരു സ്നേഹം, എല്ലാവരോടും ഒരു പ്രത്യേകമായ ഒരു കൺസേൺ നമുക്കുണ്ടായിരിക്കണം. മൂന്നാമത്തെ കെയറാണ്. മറ്റുള്ളവരെ നമുക്ക് കെയർ ചെയ്യാനുള്ള ഒരു വലിയ തുറവി നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ LIC പോളിസി വളരെ സ്ട്രോങ് ആയിരിക്കും. മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് പ്യുവർ ഇൻ തോട്ട്സ്, പ്യുവർ ഇൻ വേർഡ്സ് ആൻഡ് പ്യുവർ ഇൻ ഡീഡ്സ്. നമ്മുടെ എല്ലാ ചിന്തകളിലും ഒരു പ്യൂരിറ്റി, നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക്, നമ്മുടെ എല്ലാ വാക്കുകളിലും ഒരു കുളിർമയേകുന്ന വാക്കുകൾ, ആരെയും വേദനിപ്പിക്കാത്തതും ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാത്തതും ആർക്കും നീരസം തോന്നാത്തതുമായിട്ടുള്ള നല്ല മധുരമുള്ള വാക്കുകൾ. അതുപോലെ തന്നെ നല്ല പ്രവൃത്തികൾ. ആ നല്ല പ്രവൃത്തികളിലൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്യൂരിറ്റി നാം കാത്തുസൂക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മളോട് ഇടപെടുന്നവർക്കും ഈ അനുഭവം ഉണ്ടാകുവാൻ സാധിക്കും. നാലാമത്തെ ഇൻഗ്രീഡിയൻ്റാണ് പ്രയർ. നമ്മൾ ഒഴിവില്ലാത്തതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പാടില്ല, ഒഴിവുണ്ടാക്കി നാം പ്രാർത്ഥിക്കണം, സമയം കണ്ടെത്തി നാം പ്രാർത്ഥിക്കണം. ഇത് കർത്താവിനോട് വളരെയധികം അടുത്ത് അറിഞ്ഞ് അനുഭവിച്ച് ചേർന്ന് നിന്നുകൊണ്ട് നാം പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെയധികം സന്തോഷം നമുക്ക് നൽകുന്ന വലിയൊരു അനുഭവമാണ്. പ്രാർത്ഥന അനുഭവമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ റിച്ച്നെസ്. അഞ്ചാമത്തെ ഇൻഗ്രീഡിയൻസ് ആണ് യെസ് ടു ദ വേർഡ് ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ വചനത്തിന് പൂർണ്ണമായി യേസ് പറയുക. ദൈവത്തിൻ്റെ തിരുമനസ് എന്നിൽ നിറവേറട്ടെ എന്ന് ധൈര്യമായിട്ട് സന്തോഷമായിട്ട് പറയാനുള്ള ഒരു മനസ്സിൻ്റെ ധൈര്യം നമുക്കുണ്ടാവണം. അതിന് നമുക്ക് നമ്മുടെ പരിശുദ്ധ അമ്മ നമ്മളെ അതിന് പ്രാപ്തരാക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. ഈശോ ഗെത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചു, പിതാവേ, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ, എൻ്റെ ഇഷ്ടമല്ല
അവിടുത്തെ തിരുച്ചിത്തം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഇതാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ മോഡൽ. അപ്പോൾ നമ്മൾ ഈ ക്രിസ്മസിൻ്റെ സമയത്ത് എല്ലാവരോടും ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഹംബിൾ, അഫെക്ഷനേറ്റ്, പ്യുവർ ആൻഡ് പ്രെയർ സെൻറ്റേഡ് ആൻഡ് യെസ് ടു ദ വേർഡ് ഓഫ് ദ ഗോഡ്, ഇത് നമ്മളിലുണ്ടെങ്കിൽ തീർച്ചയായും ഈ വർഷത്തെ ക്രിസ്മസ് വളരെയധികം സന്തോഷത്തോടെ നമുക്ക് ആഘോഷിക്കുവാൻ സാധിക്കും. അതിന് നമ്മുടെ എല്ലാവരുടെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ തുടങ്ങുന്ന ഈ നോമ്പ് ആചരണത്തോടുകൂടി നമ്മൾ ഇത് നേടിയെടുക്കുവാൻ വേണ്ടി, നമ്മളുടെ ഗ്രീറ്റിംഗ്സിലെല്ലാം ഹാപ്പി നിറഞ്ഞു നിൽക്കുവാൻ വേണ്ടി, അങ്ങനെ ക്രിസ്മസ് വളരെ സന്തോഷത്തോടെ ആഘോഷിക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.